പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിന് എല്ലാ മഹത്വവും നൽകുന്നു. തിരുസന്നിധി 101 എപ്പിസോഡിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസം സംബന്ധിച്ചുള്ള ആത്മീയ പാഠങ്ങളാണ് നാം ഓരോ ദിവസവും പഠിക്കുന്നത്. അത് എബ്രായ ലേഖനം 11 1 വാക്യമാണ് നമ്മുടെ അടിസ്ഥാന വാക്യമായി വായിച്ചതെങ്കിലും തിരുവചനത്തിലുടനീളം വിശ്വാസ സംബന്ധമായിട്ടുള്ള മഹത്വവും അതിൻ്റെ വ്യാപ്തിയും ആഴവും ശക്തിയും അത്ഭുതങ്ങളുമൊക്കെ ഓരോ ദിവസവും ഉൾക്കൊള്ളുവാനും അത് കൂടുതൽ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുവാനും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ അതിനോട് ചേർന്ന് ഈ വചനങ്ങളെ വിശ്വാസത്തിൽ ഏറ്റെടുക്കുവാൻ ദൈവം ഏവർക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. പുതിയ നിയമഭാഗങ്ങളുടനീളം വിശ്വാസത്തിന്റെ നിരവധി ഡെഫിനിഷൻസ് അല്ലെങ്കിൽ എപ്രകാരം അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും എന്ന് പഠിക്കുമ്പോഴാണ് വിശ്വാസം എന്നുള്ളതിന്റെ കൂടുതൽ ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നത്. 1 കൊരിന്ത്യർ 16 വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കും. കാരണം പലപ്പോഴും മനുഷ്യന്റെ ഇളകിപ്പോകുന്ന അടിസ്ഥാനങ്ങളിൽ നാം നമ്മുടെ ആത്മജീവിതം പണിതാൽ വിശ്വാസത്തിൽ കരുത്തുള്ളവരെ നാം തീരത്തില്ല. പുതിയ നിയമഭാഗങ്ങളിലെല്ലാം വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത, അസ്ഥിരപ്പെട്ടു പോകാതെ, ചഞ്ചലിച്ചു പോകാതെ, വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷത്തിന്റെ വേര് പോലെ, ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാനം പോലെ അത് നമ്മുടെ നിലനിൽപ്പ് ആഴങ്ങളിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്ന ഒരു കെട്ടിടം എന്ന പോലെ വൃക്ഷത്തിന്റെ വേരും കെട്ടിടത്തിന്റെ അടിസ്ഥാനവും ആരും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല. അത് ആഴങ്ങളിലേക്ക് പോകുന്നു. അതുപോലാണ് വിശ്വാസം, ആഴമുള്ള ക്രിസ്തീയ ജീവിതം. വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ ആഴെ കുഴിച്ചു. ബുദ്ധിയുള്ളവന്റെയും ബുദ്ധിയില്ലാത്തവന്റെയും പ്രത്യേകത കാണുന്ന മണ്ഡലങ്ങളിലല്ല, കാണാൻ കഴിയാത്ത ആഴങ്ങളിലേക്ക്. ബുദ്ധിയുള്ളവൻ അത് പാറ കാണുന്നിടം വരെ അങ്ങനെ എഴുതിയിരിക്കുന്നു. ആഴങ്ങളിൽ നിന്ന് അടിസ്ഥാനമിട്ട് കെട്ടിപ്പൊക്കുന്നു. രണ്ട് വീടിനെയും പരിശോധിക്കുന്ന പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, പ്രശ്നങ്ങൾ നേരിടാൻ പോവുകയാണ്. പക്ഷേ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളിൽ നാം പറയുമ്പോൾ ഓരോരുത്തരുടെ പണി നിലനിൽക്കണമെങ്കിൽ അവനവൻ എങ്ങനെ പണിതു എന്ന് നോക്കണം. പ്രിയമുള്ളവർ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം പണിയുന്നത്? എപ്രകാരം പണിയുന്നു? പൗലോസിന്റെ ചിന്തകൾ മരം, പുല്ല്, വൈക്കോല് കൊണ്ട് പണിയുന്നവരുണ്ട്, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൊണ്ട് പണിയുന്നവരുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് 1 കൊരിന്ത്യർ 3 അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ പ്രധാന ശില്പിയെ അടിസ്ഥാനപ്പെടും, മറ്റുള്ളവരുടെ അടിസ്ഥാനത്തിന് മീതെ അല്ല. ഞാനത് കേട്ടുകേൾവിയുടെയും നാട്ടു നടപ്പിന്റെയും പാരമ്പര്യങ്ങളുടെയും പരിചയങ്ങളുടെയും അല്ലെങ്കിൽ മാനുഷ്യമായ തലങ്ങളിൽ ബുദ്ധിപരമായിട്ടുള്ള തത്വങ്ങളുടെ മീതെയുള്ള ഒരു പണിയല്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്നു, നമ്മുടെ ആത്മീയ ജീവിതം ഇപ്രകാരമാണ് പണിയപ്പെടുന്നത്. പലർക്കും പരിചയങ്ങളും ശീലങ്ങളും സമ്പ്രദായങ്ങളും രീതികളും അതൊക്കെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. അവർ ചെയ്തത്, പിതാക്കന്മാർ ചെയ്തു വന്നത്, അല്ലെങ്കിൽ ഇന്നലകളിൽ നാം കണ്ട് പരിശീലിച്ചത്, പരിചയിച്ചത്. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിലെ എല്ലാ പണികളും അത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന വെളിപ്പാടുകൾ നിമിത്തം. പൗലോസ് പറയുന്നത്, ഞാൻ പ്രധാന ശില്പിയായി ആഴക്കുഴിച്ച് അടിസ്ഥാനപ്പെടും. എന്നിട്ട് പറയുന്നത്, ഓരോരുത്തരും എങ്ങനെ പണിയുന്നു അവനവൻ നോക്കട്ടെ. നിങ്ങളുടെ പണി പരിശോധിക്കപ്പെടും. അത് ഉറപ്പുള്ളതാണോ, നിലനിൽക്കുന്നതാണോ, അത് ഇളകിപ്പോകുന്നതാണോ എന്ന് വർഷങ്ങൾ വരുമ്പോൾ വെളിപ്പെട്ടു വരും. നാം ഗിരിപ്രഭാഷ വായിക്കുമ്പോൾ നമുക്കറിയാം, ഗിരിപ്രഭാഷ അവസാനിക്കുന്നത് 2 വീടുകളുടെ പണിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. 1 ബുദ്ധിയുള്ളവന്റെയും 2 ബുദ്ധിയില്ലാത്തവൻ. എന്താണ് ഇവിടെ ബുദ്ധിമാന്റെ പ്രത്യേകത? അവൻ പണിതത് പാറ, അടിസ്ഥാനം, ഉറപ്പ്, അതിന്റെ മാറ്റ് അല്ലെങ്കിൽ അതിന്റെ ശക്തിയേറിയ പ്രതലങ്ങൾ. മണ്ണ് കണ്ണുകൊണ്ട് കാണുന്ന മണ്ഡലമാണ്. നാം ഇന്നലെ ചിന്തിച്ചു, വിശ്വാസം എന്ന് പറയുന്നത് കാഴ്ചകൾക്കപ്പുറമുള്ളതാണ്. കാഴ്ചകൾക്കപ്പുറം. ഇത് കേവലം തോന്നലുകളല്ല, സങ്കല്പങ്ങളല്ല, മറ്റുള്ളവരുടെ നിരൂപണങ്ങളല്ല, അല്ലെങ്കിൽ പ്രേരണകളോ നല്ല ആശയങ്ങളോ ബുദ്ധിപരമായ ചിന്താഗതികളോ അല്ല. പ്രിയമുള്ളത്, അതിനേക്കാൾ അപ്പുറമാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. അത് കണ്ണുകൊണ്ട് കാണുന്നതിനും ചെവികൊണ്ട് കേൾക്കുന്നതിനും അത് നാം രുചിച്ചറിയുന്നതിനും മനസ്സിലാക്കുന്നതിനൊക്കെ അപ്പുറമാണ്. വിശ്വാസം ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവവചനത്തിൽ നിന്ന് വരുന്നു. നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരിക്കലും വിശ്വാസം മാനുഷികമായ ഉൽപ്പന്നമല്ല, ലോകത്തിന്റെ പ്രോഡക്റ്റ് അല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ സമ്പത്ത് കൊടുത്താലും കിട്ടുന്നതല്ല വിശ്വാസത്തിന്റെ മഹിമ, മഹത്വം, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. വിശ്വാസം ഉളവായി വരുന്നതാണ്, വെളിപ്പെട്ട് വരുന്നതാണ്. വചനത്തിന്റെ കേൾവിയിൽ കൂടി മാത്രമേ വിശ്വാസം വെളിപ്പെടുകയുള്ളൂ. കേട്ടുകേൾവിയല്ല, എന്തെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളല്ല, തത്വചിന്തകളല്ല, അറിവല്ല, അക്ഷരമല്ല, യുക്തിയല്ല, ബോധ്യങ്ങളല്ല. അതിനേക്കാളൊക്കെ അപ്പുറം. അപ്പോസ്തലന്മാർ എല്ലാവരും പറയുന്നത്, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങൾ അനുഭവിച്ചതും ആയ ജീവന്റെ വചനം ക്രൈസ്റ്റ് അവർക്ക് യാഥാർത്ഥ്യമായി, റിയലായി വെളിപ്പെട്ടു. അല്ലാതെ ഇത് പൈതൃകമായി, പാരമ്പര്യമായി, പിതാക്കന്മാരിൽ നിന്ന് ഇന്നലകളിൽ നമുക്ക് നടപ്പാക്കിയ കീഴ്വഴക്കങ്ങൾ ലഭിച്ചതല്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നാം ഇന്നലെ ചിന്തിച്ചത് വിശ്വാസം ഒരു ദാനമാണ്, ദൈവത്തിന്റെ ദാനമാണ്. 2 വിശ്വാസം വിത്ത് പോലാണ്. നാം മത്തായി സുവിശേഷം 13 പഠിക്കുമ്പോൾ, വിത്തായിട്ട് എന്നും ഇരിക്കില്ല, അത് മണ്ണിലെറിയുമ്പോൾ അതിന്റെ ഫലം, അതിന്റെ ഗുണം, അതിനുള്ള സത്ത, അതിന്റെ ജീവൻ പുറത്തു വരും. അതൊരു വിത്ത് സസ്യമായി മാറുന്നു, സസ്യം ചെടിയായി മാറുന്നു, ചെടി ഒരു വൃക്ഷമായി മാറുന്നു. അതിന്റെ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. വിത്ത് സസ്യമായി, അത് ചെടിയായി, പിന്നത്തിൽ ഒരു മരമായി. അപ്രകാരം അതിനൊരു പരിണാമം, വളർച്ച, പുരോഗതി. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മീതെ വരും. നിങ്ങളുടെ തിരമാലകളുടെ മീതെ നിങ്ങളുടെ വിശ്വാസം വരും. നിങ്ങളുടെ ഭയങ്ങളുടെ മീതെ നിങ്ങളുടെ വിശ്വാസം വെളിപ്പെട്ട് വരും. നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മീതെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് വലുതാകും. കടലിലെ കോപത്തിരകളല്ല നിങ്ങളുടെ തലയ്ക്ക് മീതെ പാഞ്ഞു പോകുന്നത്. അത് തീയുടെ വലിപ്പമല്ല, കൊടുങ്കാറ്റുകളല്ല,
ആ വിശ്വാസത്തെക്കാൾ വലുത് മറ്റൊന്നുമില്ല. കൊടുങ്കാറ്റും തീയും നദിയും വെള്ളവും തിരമാലയെല്ലാം വിശ്വാസത്തെ തകർക്കുവാനും വിശ്വാസത്തെ കെടുത്തുവാനും കഴിയുന്നതല്ല. അതിന് മീതിയാണ് വിശ്വാസത്തിന്റെ സ്ഥാനം. അതാണ് വിശ്വാസം എന്ന് ആശിക്കുന്നതിന് ഉറപ്പ്. കണ്ണുകൊണ്ട് കണ്ടതൊക്കെ പലപ്പോഴും തെറ്റായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും. പക്ഷെ അതിന്റെ മീതെ വിശ്വാസം നിൽക്കും. അവിടെ നിങ്ങൾ വിടുവിക്കപ്പെടും. നിങ്ങൾ രക്ഷ കാണും, അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ കാണും, വീര്യപ്രവർത്തികൾ കാണും, ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് അനുസരണമുണ്ട്, വിശ്വാസത്തിന്റെ ഉറപ്പും. ഈ ദൂതുകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണം. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് പൗലോസ് അടിസ്ഥാനമിട്ട് വിശ്വാസത്തിന്റെ ഒരു പണിയാണ്. മരം, പുല്ല്, വൈക്കോൽ തീയിൽ പിടിച്ചു നിൽക്കുന്നതല്ല. അത് വലിപ്പത്തിൽ ഉന്നതമായിട്ടും വളരെ ഉയർന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ മൂല്യത്തിൽ, ഗുണത്തിൽ അത് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതാണ്, നശിച്ചു പോകും. നാം 2 വീടുകളെ കുറിച്ച് ചിന്തിച്ചു. 2 വീട്ടിൽ വന്ന പ്രശ്നം ഒരുപോലെയാണ്. റെയിൻ ഓൺ ദ റൂഫ്, വിൻഡ് ഓൺ ദ വാൾ, റിവർ ഓൺ ദ ഫൗണ്ടേഷൻ. പക്ഷേ പാറമേൽ അടിസ്ഥാനപ്പെട്ട് നിലനിന്നു, വീണുപോയില്ല. ഒരിക്കലും വിശ്വാസ ജീവിതം വീണു പോകുകയില്ല, തകർന്നു പോകുകയില്ല, നിലംപരിഞ്ഞായി പോവുകയില്ല. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൊണ്ട പണി ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല, തീയിൽ പിടിച്ചു നിൽക്കുന്നു. തീക്ക് അതിനെ തകർക്കുവാൻ കഴിയുന്നില്ല. ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഒരു ഓളങ്ങൾക്കും തിരമാലകൾക്കും പ്രശ്നങ്ങൾക്കും ഭയങ്ങൾക്കും എതിർപ്പുകൾക്കും പോരാട്ടങ്ങൾക്കും അല്ലെങ്കിൽ യാതൊരു പൈശാചിക ശക്തികൾക്കും എത്രമാത്രം നിങ്ങൾക്കെതിരെ തീയുടെ ചൂട് കൂടിയാലും വെള്ളം ഇരച്ചു കലങ്ങിയാലും എല്ലാം പ്രതികൂലമായി തീർന്നാലും അതിന്റെ മീതെ വിശ്വാസം ശക്തിപ്പെട്ടു. ബുദ്ധിമാന്റെ വീട് നിലനിന്നു. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് തീയിൽ പിടിച്ചു നിന്നു. തീക്ക് അതിനെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ മരം, പുല്ല്, വൈക്കോൽ തീയിൽ കൂടി ശോധന കഴിച്ചപ്പോൾ ഒരുപടി ചാരമായി തീർന്നു. നാം അവസാനിപ്പിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിനെതിരെയുള്ള എന്ത് പ്രതികൂലങ്ങൾ ഒന്നു മാറി വന്നാലും അതിന് മീതെ വിശ്വാസം നിൽക്കുമ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളുടെ മീതെ നിങ്ങൾ നിൽക്കും. ഇപ്പോൾ തിരമാലകൾ നിങ്ങളുടെ കാൽ കീഴെയാണ്, പ്രശ്നങ്ങൾ നിങ്ങളുടെ കാൽ കീഴെയാണ്, സകല പ്രതിസന്ധികൾ നിങ്ങളുടെ കാൽ കീഴെയാണ്. അതിന് മീതെ വിശ്വാസം നിലനിൽക്കും. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.